കോഴിക്കോട് പുലുരാമ്പാറയിലെ ബസ് അപകടത്തിന് കാരണം കാലപ്പഴക്കം ചെന്ന പാലമെന്ന ആരോപണം. 1966 നിർമ്മിച്ച പാലം പുതുക്കി പണിയണമെന്ന ആവശ്യം അധികൃതർ അവഗണിച്ചെന്നാണ് നാട്ടുകാരുടെ പരാതി. തിരുവമ്പാടി പുല്ലൂരാമ്പാറ പാതയിലെ കാളിയാമ്പുഴ പാലം പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഇത് പുതുക്കി പണിയണമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പാലമായത്. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി പാലത്തിന് ടെൻഡറിലായിരിക്കുന്നതാണ്. പണിയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അപകടം വന്നു. അതിപ്പോൾ ദൈവവിധി എന്ന് പറയാനുള്ളൂ. ഇത് 1966 മെയ് 18 ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്ന പാലമായത്. കാലപ്പഴക്കം മൂലം ഇരു കൈവരികളും തകർന്നു. ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാലത്തിൽ അപകട സൂചനാ ബോർഡുകളില്ല. ഉള്ളത് 2 വള്ളി മാത്രം. അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്നു, ഭയങ്കര ഒച്ചയല്ലോ. ഞങ്ങൾ ഒച്ച കേട്ടാ ഓടി വരുന്നത്. അന്ന് കഴിഞ്ഞപ്പം ആൾക്കാരുടെ കാർച്ചയും ബഹളവും ആയിട്ട് ചില്ല് പൊട്ടി കുറേ പേര് പുഴയിലോട്ട് വീണു. കുറേ പേര് വണ്ടിക്കുള്ളിലായിട്ട് ജാമായി കിടക്കുക. ഫ്രണ്ടിലോട്ട് ഇങ്ങ് വന്നിട്ട് എല്ലാവരും നേരത്തെ വള്ളി കെട്ടിയിട്ടുണ്ട് ഈ സൈഡ്. കൈവരികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ബസ് അതിലിടിച്ചു നിൽക്കുമായിരുന്നു. 2 പേർക്ക് ജീവനും നഷ്ടമാകില്ലായിരുന്നു. പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. പക്ഷെ എന്നിട്ടും അതിൻ്റെ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പം പുതിയതായിട്ട് റോഡ് വരുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പാലം പുതിയതായിട്ട് പണിയാനുള്ള പ്ലാൻ ഇട്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത് ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഓൾറെഡി പാലം മോശമായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഫാൾട്ട് വന്നിട്ടുണ്ട്. പാലം നവീകരിക്കാൻ ടെൻഡറായെന്ന് പറയുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നതും വ്യക്തമാണ്. കൈവരി തകർന്ന പാലത്തിന്റെ സുരക്ഷയ്ക്കായുള്ളത് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വള്ളിയും ഈ കാണുന്ന കുപ്പിയും മാത്രം. നല്ലൊരു സുരക്ഷാ വേലി ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകില്ലായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. പ്രജ്വൽ സുരേഷിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.